വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് സീക്രട്ട് സെറ്റിങ്സ് പറയാൻ പോവാണ് മൈൻക്രാഫ്റ്റിൻ്റെ. അപ്പോൾ ഞാൻ ഈ സീക്രട്ട് സെറ്റിങ്സ് ഇപ്പം തന്നെ പറയാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. വീഡിയോൻ്റെ എൻഡിലും ചില കാര്യങ്ങൾ ഞാൻ പറയും. ഓക്കെ, ചില കാര്യങ്ങൾ, കാരണം അതിപ്പം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ലാസ്റ്റിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഞാൻ എൻ്റെ ക്യാമറ പെർസ്പെക്റ്റീവ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു ഇത്രയും പെട്ടെന്ന്. അപ്പോൾ അതിനുള്ള സെറ്റിംഗ് ഞാൻ ഏറ്റവും അവസാനമേ പറയുന്നുള്ളൂ, കാരണം ഇത് ഒരു നല്ല സെറ്റിംഗാണ്. അപ്പോൾ ഇത് അവസാനം പറയുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഗൈസ് ആദ്യം ഞാൻ പറയുന്നത് എൻചാൻമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ എൻ്റെ എൻചാൻമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നെതറൈറ്റ് സോളിൽ ഞാൻ സ്മിത്ത് 5 വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് എടുക്കുമ്പോൾ കാണാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് ആ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഒത്തിരി അനോയിങ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പോവുക ആക്സസിബിലിറ്റിയിൽ. ആക്സസിബിലിറ്റി പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് ഇച്ചിരി താഴോട്ട് പോകണം. ഓക്കെ, താഴോട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒപ്പേസിറ്റി. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ് ഇത് 0 ആക്കുക. 0 ആവുക. ഓക്കെ, 0 ആയി. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇനി ഞാൻ ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നെതറൈറ്റ് സോഡ് സ്മിത്ത് 5ൻ്റെ താഴെ ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ടിലൊന്നുമില്ല. മേളിൽ അപ്പോസിഷൻ എത്ര ഡേയ്സ് ഞാൻ ഇവിടെ പ്ലേ ചെയ്തു അതും ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ പുറകിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇത് നല്ല ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ അടുത്തതാണ് ഡാർക്ക്നെസ് എഫക്റ്റ്. അപ്പം ഞാൻ ഒരു വാർഡനെ ഇപ്പോൾ സ്പോൺ ചെയ്ത് കാണിക്കുക. ഇവിടെ സ്പോൺ ചെയ്യുന്നില്ല, ഇച്ചിരി ദൂരെ സ്പോൺ ചെയ്യുക. ഓക്കെ ഗൈസ്, വാർഡൻ. ആക്ച്വലി വാർഡൻ മാത്രമേ ഉള്ളൂ ഈ ഡാർക്ക്നെസ് എഫക്റ്റ് തരുന്നത്. അപ്പോൾ ഞാൻ ഇച്ചിരി ദൂരെ ഇവിടെ പോയി, വേണ്ട അവിടെ വില്ലേജിൻ്റെ ഭാഗം. അപ്പം ഞാൻ ഈ ഐലൻഡ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഒരു വാർഡനെ സ്പോൺ ചെയ്തു. ഇനി ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇച്ചിരി ദൂരെ നിൽക്കാം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഗെയിം മോഡ് സർവൈവലാക്കാം. ഗൈസ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണാം വാർഡൻ്റെ അടുത്തോട്ട് ഞാൻ ഒന്ന് പോവുക. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ വാർഡൻ്റെ അടുത്തോട്ട് പോയി. ഇവിടെ ഭയങ്കര ഡാർക്കാണ്. വാർഡൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഒന്നും കാണുന്നില്ല. ഇടയ്ക്ക് ഈ ബ്ലിങ്ക് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം. വാർഡൻ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് ഒട്ടും അറിയില്ല. അപ്പോൾ ഇത് ഇച്ചിരി അനോയിങ് ആയിരിക്കും. ഓക്കെ, വാർഡൻ വരുന്നേ. ഓടിക്കോ എൻ്റെ. ഓക്കെ, ഞാൻ ചത്തേ. ഓക്കെ, വെള്ളത്തിരുന്നു. ഓക്കെ, ഞാൻ ചത്തു. ഇത് ഭയങ്കര വലിയ ടെക്സ്റ്റാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ വില്ലേജ് റെസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്ത് വെച്ച് ഇപ്പം നിങ്ങൾക്ക് അവിടെ കാണാമായിരുന്നു വാർഡൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഡാർക്ക്നെസ് എഫക്റ്റ് കാരണം ബ്ലിങ്ക് ചെയ്യുന്നത് എനിക്ക് കാണാമായിരുന്നു. അത് കാരണം നമുക്ക് വാർഡൻ എവിടെ നിന്നാണ് വരുന്നത് ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പം ആ സെറ്റിംഗ് ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം ആക്സസിബിലിറ്റി പോവുക. ആക്സസിബിലിറ്റി പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇച്ചിരി ഒന്ന് താഴോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡാർക്ക്നെസ് എഫക്റ്റ് സ്ട്രെങ്ത്. അപ്പോൾ ഇത് നിങ്ങൾ 0 ആക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് 0 ആക്കുക, എന്നാൽ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ, ഇനി അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ ഗായ്സ് ഒന്ന് വെയിറ്റ്. ഓക്കെ, ഇവിടെ ഒരു പില്ലേജർ ഔട്ട് പോസ്റ്റും ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ തോന്നും ഇത്രയും നല്ല വില്ലേജ്, ഒത്തിരി ബ്ലാക്ക് സ്മിത്ത്, ഒരു പില്ലേജർ ഔട്ട് പോസ്റ്റ്, ഇതെല്ലാം എങ്ങനെയാണ്? അപ്പോൾ ഇത് ഞാനൊരു സീഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് വെർഷൻ 26.13 നന്നായിട്ട് വർക്കാവും. അപ്പോൾ ഈ വെർഷൻ്റെ സീഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവസാനം ഇടാം, വീഡിയോൻ്റെ എൻഡിലിടാം. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണുക. അപ്പം ഞാൻ ഇങ്ങോട്ട് പെട്ടെന്നൊന്ന് പോകാം, കാരണം ക്രിയേറ്റീവ് മോഡിൽ പോയിട്ട് എനിക്ക് പിന്നെ സെറ്റിംഗ് എടുത്തിട്ട് അത് ഓഫാക്കാൻ മനസ്സിലായി. ഓക്കെ, എനിക്കൊന്ന് 2 തലയുള്ള ചിക്കൻ അവിടെ നിൽപ്പണമെന്ന്. ഓക്കെ, വാർഡൻ എവിടെ ആയിരുന്നു? ഹുയ്യാ, എൻ്റെ ജംപ് കണ്ടോ ഗൈസ്? അപ്പം നമുക്ക് ഇച്ചിരിയും കൂടെ പോയാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കണ്ടില്ലായിരുന്നു നമ്മൾ വാർഡനെ സ്പോൺ ചെയ്ത്. വാർഡൻ ഡീസ്പോൺ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഫാസ്റ്റ്. ഓക്കെ, ആ ഐലൻഡില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ നമുക്ക് ഒരെണ്ണത്തിനെ കൂടെ സ്പോൺ ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഇവിടെ വാർഡനെ കാണുന്നില്ല. വാർഡൻ പോയോ? നോ പ്രോബ്ലം ഗൈസ്, ഞാനൊരു വാർഡനെ കൂടെ സ്പോൺ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ വാർഡനെ ഒരെണ്ണത്തിനും കൂടെ എടുക്കുകയാണ്. വാർഡനെ എടുത്തു. ഇച്ചിരി ദൂരെ സ്പോൺ ചെയ്യാൻ പോവുകയാണ് ഞാൻ.
ഓക്കെ, ഇവിടെ സ്പോൺ ചെയ്യുക. ഇനി ഞാനിവിടെ പോയി നിൽക്കുക. എന്നിട്ട് എനിക്കിത് എടുത്ത് കളയുക. ഓക്കെ, എനിക്ക് ചാറ്റല്ല വേണ്ടേ. ഇനി ഞാൻ പെട്ടെന്ന് സർവൈവലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ സർവൈവലായി ഗൈസ്. ഇനി ഞാൻ വാർഡൻ്റെ അടുത്തോട്ട് പോവാം. ഓഹ്, എൻ്റെ റഷ് ചെയ്യുന്നുണ്ടോ, കണ്ടാൽ തന്നെ പേടിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഇപ്പോൾ നമുക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. വാർഡൻ ഇപ്പം മറ്റേ ബ്ലിങ്ക് എഫക്റ്റ് ഇപ്പോൾ പോയിട്ടുണ്ട്. വാർഡൻ എവിടെയാണെന്ന് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാം. വാർഡൻ ഇപ്പോൾ എവിടെ അതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാം. ഞാൻ എൻ്റെ റെൻഡർ ഡിസ്റ്റൻസ് ഇച്ചിരി കുറച്ച് വെച്ചേക്കുവാണ്. രക്ഷിക്കാരേനും ഗായ്സ്. ഞാൻ പിന്നെ ചത്തു. നോ പ്രോബ്ലം ഗായ്സ്, ഞാനിവിടെ റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ സെറ്റിങ്ങും കണ്ടപ്പം ഇത് വെച്ച് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പാവും. നിങ്ങൾ ഏൻഷ്യൻ സിറ്റി പോവുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തയാണ് ഗെയിം പോസ്. നിങ്ങൾക്ക് കാണാം ഒത്തിരി ജാവ എഡിഷൻ ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ ചില ബെഡ്റോക്ക് എഡിഷൻ ക്രിയേറ്റേഴ്സിന് നിങ്ങൾ കാണാം അവർ ഗെയിം പോസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മറ്റേ ഗെയിം നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ പോസ് ആകും. പക്ഷേ സാധാരണ നമ്മൾ ഗെയിം പോസ് ചെയ്യാൻ നോക്കിയാൽ പോസ് ആകത്തില്ല. ഇനി ഞാൻ ഒരു അയങ്കോളത്തിനെ കണ്ടുപിടിക്കണം. എന്തിനാണ് ഞാൻ അയങ്കോളത്തിനെ നോക്കുന്നത്? കമൻറ്റ് എനിക്കറിയാൻ തോന്നുന്നു. /give this spawn iron എനിക്കിവിടെ താഴെത്. ഇനി ഞാൻ ഗോളം നടിക്കണം അല്ലേ? ഗോളം. ഈ കമൻ്റൊക്കെ നമ്മൾ ഇതിലടിക്കുന്ന ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും, ഞാനിപ്പോൾ ഒരു കീബോർഡും മൗസും വാങ്ങിച്ചിട്ടുണ്ട് മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ, ബെഡ്റോക്ക് എഡിഷൻ പോലെ കാണിക്കാൻ. അപ്പം അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ സത്യം പറയുകയാണ്, അത് വളരെ നല്ലതാണ്. ഓക്കെ, എനിക്കൊരു അയങ്കോളത്തിൻ്റെ എഗ്ഗ് കിട്ടിയിരിക്കുന്നു. പക്ഷേ ആദ്യം നമ്മൾ കിടന്നുറങ്ങും. ഞാൻ ക്ഷീണിച്ചു ഇത്രയും കാര്യങ്ങൾ ചെയ്ത്. ബെഡേന്ന് ഇറങ്ങടാ, ഇറങ്ങിപ്പോ. ഓക്കെ ഗൈസ്, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. ക്ഷീണിച്ചു. ഗൈസ്, എൻ്റെ എനർജി പിന്നെ റീഫില്ലായി. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ സോംബിനെ പറ്റുമെന്നറിയില്ല. അവൻ ചത്തില്ലെങ്കിൽ കാണിക്കാം. ഓക്കെ, അവൻ ചത്തു. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ ഒരു അയങ്കോളത്തിനെ സ്പോൺ ചെയ്തു. ഇപ്പം ഞാൻ ഇതിനെ അടിച്ചു. ഇപ്പം ഇവൻ എൻ്റെ പുറകെ വരുന്നുണ്ട്. ഞാനിപ്പം പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവൻ എന്നെ അടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചാവുകയും ചെയ്യും. ഓക്കെ, ഞാൻ ചത്തില്ല. ഓക്കെ, ഞാൻ ചത്തു. അപ്പം നിങ്ങൾ കണ്ടാണ് ഞാൻ ചത്തു. ചാവുന്ന ഒരു നോർമലാണ്. അപ്പോൾ ഇനി ഞാൻ എന്തോ ചെയ്യണമെന്നറിയാമോ? നമ്മൾ സെറ്റിങ്സ് എടുക്കുക, പോസ് ചെയ്യാൻ വേണ്ടി ജനറലി പോവുക. അപ്പോൾ ജനറൽ നമുക്ക് എടുക്കാം. ജനറലി എടുത്തിട്ട് നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം എനബിൾ ഗെയിം പോസ്. ഇതൊരു സിംഗിൾ പ്ലെയർ ഫീച്ചറാണ്. മൾട്ടിപ്ലെയർ ആകുമ്പോൾ ഇത് വർക്കാകത്തില്ല. അപ്പം ഇത് ഓണാക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞാൽ ഇനി ഞാൻ പിന്നെയും ആ ഗോളത്തിൻ്റെ അടുത്തോട്ട് പോവാം. ഗോളം. അപ്പം ഗോളം അവിടെ ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ ചാവും, കാരണം എനിക്ക് വയ്യ. ഇനി ക്രിയേറ്റീവ് മോഡാണ്. അപ്പോൾ ഇവിടോട്ട് നമ്മൾ റീസ്പോൺ പോയിൻറ്റ് സെറ്റായില്ല. ഇവിടോട്ട് നമ്മൾ റീസ്പോൺ പോയിൻറ്റ് സെറ്റ് ചെയ്യുന്നു. ഇനി ഈ അയങ്കോളത്തിന് ഒരു പട്ടക്ക അടിക്കുന്നു. വാട്ട്? സോറി ഗൈസ്, ഞാൻ ഇച്ചിരി ന്യൂബായിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റാഞ്ഞത്. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് കാണാം ഞാൻ പുറകെ ഓടുമ്പോൾ അയങ്കോളം എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ ഗെയിമിനെ പോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം പോസ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ അയങ്കോളം പോസ് ആയിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാൻ അയങ്കോളം പോസ് ആയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും. കാരണം സാധാരണ നമ്മൾ കളിക്കുമ്പോൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് പോസ് ചെയ്യും. നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ നോക്കുമ്പോൾ നമ്മളേതോ സോംബിയോ അല്ലെങ്കിൽ ഏതൊരു മോബ് കൊന്നിരിക്കുന്നു. അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഈ ഗെയിം പോസ് ഞാൻ കണ്ടുപിടിച്ചത്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ ഒന്ന് ചാവട്ടെ. പെട്ടെന്ന് കൊല്ലുകോളം, എനിക്ക് അടുത്തത് പറയണം. ഓക്കെ, അപ്പം ഞാൻ പിന്നെ ചത്തു.
ഈ വീഡിയോ ഞാൻ ഒത്തിരിയാണ് ചത്തു. ഓക്കെ, അടുത്താണ് FOV. അപ്പം നിങ്ങൾ ഒത്തിരി മൈൻക്രാഫ്റ്റ് പ്ലെയേഴ്സിനെ കാണാം, അവർ ഭയങ്കര വൈഡ് ആംഗിളിലാണ് ഗെയിം കളിക്കുന്നത്. അപ്പം അതിന് നിങ്ങൾക്കും അങ്ങനെ വൈഡ് ആംഗിളിൽ കളിക്കണമെങ്കിൽ വീഡിയോ സെറ്റിങ്ങിൽ പോവുക. ഒത്തിരി താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇച്ചിരിയോട്ട് താഴോട്ട് പോകണം, FOV. ഞാൻ ഇത് സാധാരണ 60ലാണ് വെക്കാറുള്ളത്, കാരണം എൻ്റെ ഒരു ലോ എൻഡ് ഡിവൈസാണ്, 4GB റാമുള്ള ഡിവൈസാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഗെയിമിങ് ഇച്ചിരി നല്ലതായി. ഇപ്പോൾ കണ്ടാൽ തോന്നും ഇച്ചിരി വൈഡ് ആംഗിളായി. ഇപ്പോൾ കാണുന്ന രസമുണ്ട്. അപ്പോൾ ഇവനെ ഞാൻ ഇനി അടിക്കുന്നില്ല, നല്ല രസമുണ്ട് ഇത്. നിങ്ങളിപ്പം ഏതെങ്കിലും FOVയിൽ PvP ചെയ്യുമ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. നിങ്ങളിത് കൂട്ടി വെക്കുവാണെങ്കിൽ PvP ചെയ്യാൻ ഇച്ചിരിയോടെ ഹെൽപ്പാകും. പക്ഷേ എൻ്റെ ഫോൺ ഇച്ചിരി ലോ എൻ്റെ 4GB റാമുള്ള ഫോണായതുകൊണ്ട് ഞാനിത് 60ലാണ് വെക്കുന്നത്, കാരണം എനിക്ക് 60 ഇച്ചിരിയോടെ ഇഷ്ടം. അപ്പം ഞാനതങ്ങ് ഓഫ് ചെയ്യാം. ഓക്കെ, FOV പോയി 60. ഓക്കെ ഗായ്സ്, അപ്പോൾ അടുത്താണ് നിങ്ങളുടെ കൂട്ടുകാരോട് സാധാരണ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവരുടെ സ്കിൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഒരു സ്റ്റീവോ അല്ലെങ്കിൽ ഒരു ആലക്സോ അല്ലെങ്കിൽ കായ്, അതുപോലത്തെ ഈ മൈൻക്രാഫ്റ്റിലെ ഡിഫോൾട്ട് ക്യാരക്ടേഴ്സിൻ്റെയാണ് നിങ്ങൾ സ്കിൻ കാണുന്നത്. അപ്പോൾ അതെങ്ങനെ മാറ്റണമെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം പോയി ജനറലി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടിവിടെ ഓൺലി അലൗ ട്രസ്റ്റഡ് സ്കിൻസ് ഓഫ് ചെയ്യുക. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സ്കിന്നെല്ലാം കാണാം. കാരണം സ്കിൻ ഇല്ലാതെ ഒരു രസമില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പറ്റില്ല, അതെനിക്ക് പ്രൂവ് ചെയ്യാനും പറ്റില്ല, കാരണം എനിക്ക് ഫ്രണ്ടൊന്നുമില്ല. സോ ഇപ്പം നിങ്ങൾക്ക് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത സെറ്റിംഗ് ആണ് ഫ്രെയിം പേസിങ്. ഇപ്പോൾ ഫ്രെയിം പേസിങ് അറിയത്തില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. അത് വെച്ച് നിങ്ങളുടെ FPS നിങ്ങൾക്ക് സാധാരണ മിനിമം ഒരു നോർമൽ FPS എത്ര കിട്ടുന്നത് ആ FPS നിങ്ങൾക്ക് അവർ ലോക്കാക്കി കണ്ടിന്യൂസ് തന്നുകൊണ്ടിരിക്കും. അത് വളരെ നല്ലതാണ് ഈ ലോ എൻഡ് ഡിവൈസസിന്. അപ്പോൾ അത് അവിടെ നിന്ന് ഓൺ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. വീഡിയോയ്ക്കകത്ത് പോവുക, താഴോട്ട് ഇച്ചിരി പോകുമ്പം നിങ്ങൾക്ക് കാണാം ടേൺ ഓൺ ദിസ് ഫോർ എ സ്മൂത്ത് ആൻഡ് മോർ സ്റ്റേബിൾ എക്സ്പീരിയൻസ്. ദിസ് മേ ക്യാപ് യുവർ ഗെയിംസ് അറ്റ് എ ലോവർ ഫ്രെയിം റേറ്റ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ FPS ഇച്ചിരി കുറഞ്ഞൊരു ഫ്രെയിം റേറ്റിലായിരിക്കും വെക്കുന്നത്, പക്ഷേ സ്മൂത്തായിട്ട് പോകും. ഞാനിത് സാധാരണ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്, കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഗെയിം ഭയങ്കര സ്മൂത്തും ആകും. അപ്പോൾ ഞാൻ കീബോർഡും മൗസ് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന എങ്ങനെയൊക്കെ എന്ന് ഫുൾ മലയാളം എക്സ്പ്ലനേഷൻ പറഞ്ഞു തരാം, കാരണം സാധാരണ അത് കൂടുതലും ഹിന്ദിയിലാണുള്ളത്. അപ്പം അടുത്തത് ഏത് കാണിക്കണം? ഇനി നമ്മുടെ അവസാനത്തെയാണ് ഈ ക്യാമറ പെർസ്പെക്റ്റീവ് ബട്ടൺ. അപ്പോൾ ഈ ബട്ടൺ എവിടെ നിന്ന് ഓൺ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ബട്ടൺ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഗെയിമിംഗ്, ഇപ്പം നിങ്ങൾ ഏത് ഗെയിമാണ് കളിക്കുന്നത് ആ സെറ്റിംഗ് എടുക്കണം. എന്ന് വെച്ചാൽ ടച്ചിലാണ് കളിക്കുന്നത്, ടച്ച്, കൺട്രോളാണെങ്കിൽ കൺട്രോളിലും പിന്നെ കീബോർഡിലൊക്കെ. ഞാൻ കീബോർഡിലും കളിക്കാറുണ്ട്. കീബോർഡിൽ ഞാനിപ്പോൾ കളിച്ച് തുടങ്ങിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് F5 ഞെക്കിയാൽ മതി. അത് ഞെക്കി കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി താഴോട്ടാക്കി കാണിക്കാം. ഇപ്പം നോക്കൂ, പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ F5 ക്ലിക്ക് ചെയ്താൽ മതി. F5. ഓക്കെ, അത് ഞാൻ അറിയാമെന്ന് ക്ലിക്ക് ചെയ്ത് പോയി. ഓക്കെ, ഇനി ടച്ച് നിങ്ങൾ പോവുക. ഇച്ചിരി താഴോട്ട് പോകുമ്പോൾ ക്യാമറ പെർസ്പെക്റ്റീവ് ബട്ടൺ, ടേൺ ഓൺ എ ഓൺ സ്ക്രീൻ ബട്ടൺ വിച്ച് ചേഞ്ചസ് ദി പെർസ്പെക്റ്റീവ് ഓഫ് ദി ക്യാമറ ഫ്രം ഫസ്റ്റ് പേഴ്സൺ ടു തേർഡ് പേഴ്സൺ ആൻഡ് ബാക്ക് അഗെയിൻ. അപ്പോൾ ഇത് നിങ്ങൾ ഓൺ ചെയ്യുക. ഞാൻ ഓട്ടോ ജമ്പ് എപ്പോഴും ഓഫ് ചെയ്യാറുണ്ട്, കാരണം എനിക്ക് അത് ഇത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഐ ബട്ടൺ വരും, അത് വെച്ച് നിങ്ങൾക്ക് ക്യാമറ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മൈൻക്രാഫ്റ്റിലെ കുറച്ച് സീക്രട്ട് സെറ്റിങ്സ്, ഇപ്പോഴത്തെ കുറച്ച് പേർക്ക് അറിയാത്തത്. മാക്സിമം പേർക്ക് അറിയായിരിക്കും, കാരണം നിങ്ങളൊക്കെ പ്രോയാണ്, എനിക്കറിയാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കീബോർഡ് മൗസിൻ്റെ ഫുൾ കണക്ട് ചെയ്യുന്ന ട്യൂട്ടോറിയൽ വേണമെങ്കിലും പറയുക, ഞാൻ ആ വീഡിയോ പെട്ടെന്ന് ഇടാം. സോ ഗൈസ്, താങ്ക് യു, ബൈ ബൈ.